ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي روايته وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കഴിവിൻപടി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിതത്തെ സഗൗരവം നയിക്കണമേ എന്ന് ഈ ഖുത്ബയുടെ ആമുഖത്തിൽ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. എന്താണ് ഖുത്ബ? എന്തിനാണ് ഖുത്ബ? എങ്ങനെയായിരിക്കണം ഖുത്ബ? ഇതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെറിയ രീതിയിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇന്നും ഇൻഷാ അല്ലാഹ് അതിനോടനുബന്ധമായി കൊണ്ട് തന്നെ ആ ഖുത്ബയുടെ പ്രധാനപ്പെട്ട 5 മഹത്വവും ഖുത്ബ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഓതിക്കൊടുക്കേണ്ടതിന്റെ പ്രാമാണികമായ ആവശ്യകതയും സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഖുത്ബയിൽ ജുമഅയുടെ ശുറൂത്തിൽപ്പെട്ട ഒരു പ്രധാന കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. സഫുകൾക്കിടയിൽ വിടവില്ലാതെ അണിയായി ഇരിക്കണമെന്നും രോഗികളായ മറ്റു ആളുകൾക്ക് ചാരിയിരിക്കൽ നിർബന്ധമാണെങ്കിൽ ഒഴിവഴിവുണ്ട് എന്നും പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ മുഅ്മിനീങ്ങളായ ഈ പ്രദേശത്തുള്ള സഹോദരന്മാർ അതുപോലെ സഹോദരിമാരും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ഇൽമിൽ ബർക്കത്തും നാളെ ആഖിറത്തിൽ ഉന്നതമായ ദറജയുമെല്ലാം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദീനിന്റെ വിഷയങ്ങളും നാം വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഖുതുബകളിലൂടെ മനസ്സിലാക്കണം. കാരണം പോസ്റ്റ് അടിക്കാതെ, പെർമിഷൻ എടുക്കാതെ, അനൗൺസ്മെന്റ് ചെയ്യാതെ
ആഴ്ചയിൽ നിർബന്ധമായും നമ്മൾ വന്നു ചേരുന്ന ഒരു മഹത്തായ ഇസ്ലാമിന്റെ സംവിധാനമാണ് വെള്ളിയാഴ്ചയിലെ ഈ ഇബാദത്ത്. ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ പറഞ്ഞ ഒരു വാക്ക് ഈ മിമ്പറിൽ വെച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞതുപോലെ ഒരു സമയം അത് ഞങ്ങൾക്ക് അനുവദിച്ചു തരികയാണെങ്കിൽ, അഥവാ നിർബന്ധമായും ഓരോ പ്രദേശങ്ങളിലുമുള്ള ആ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ പള്ളിയിൽ നിർബന്ധമായും ഹാജരാകുന്ന ഈ ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ രാജ്യം മുഴുവനും എന്താക്കി മാറ്റും? കമ്മ്യൂണിസം ഉണ്ടാക്കും. കാരണം അതിന്റെ ഉപകാരം എത്രത്തോളം ഉണ്ട് എന്ന് നിരീശ്വരവാദിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആചാരം വരെ പറഞ്ഞുപോയി. ഞാനെന്താ സംസ്കരിക്കലാണ്, ഒരു കൊടിക്കീഴിൽ നിൽക്കലാണ്, ഒരു ഇമാമിന്റെ കീഴിൽ അവരെ അണിചേർക്കലാണ്. ദീൻ എന്താണോ, ആ ഇമാം എന്താണോ ദീനിന്റെ പേരിൽ കൽപ്പിക്കുന്നത് അതനുസരിക്കുന്ന ഒരു മഹല്ലാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ജുമുഅ ഖുത്ബയുടെ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു നിരീശ്വരവാദിയായ മനുഷ്യന്റെ വാക്ക് അതാണെങ്കിൽ, ഇത് കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, പണ്ഡിതന്മാരും പള്ളി കമ്മിറ്റിക്കാരും അവിടെ വന്നു ചേരുന്ന മുഅ്മിനീങ്ങളും എന്താണ് ഇന്നത്തെ അവസ്ഥ എന്ന് നമ്മൾ സ്വന്തം നഫ്സിനോടൊന്ന് ചോദിക്കാം. അപ്പോൾ നമുക്കിടയിൽ കടന്നുപോയ ഗഫലത്ത്, അശ്രദ്ധ, മടി, അതേപോലെ തന്നെ താല്പര്യക്കുറവുകൾ, ഇതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പൊറുക്കലിനെ തേടും. റമദാൻ കഴിഞ്ഞ് നമ്മൾ സജീവമാകാൻ, ഇനി അടുത്ത റമദാൻ വരെ നമുക്കിടയിൽ ഒരിക്കലും ഒരു ഉന്മേഷക്കുറവ്, ഒരു താല്പര്യക്കുറവ് ഉണ്ടാകരുത്. മറ്റു എന്ത് ക്ലാസ്സുകൾക്കും മറ്റുള്ളതിന് നമ്മൾ പോയിട്ടില്ലെങ്കിലും വെള്ളിയാഴ്ച എന്ന ദിവസത്തെ മുൻകൂട്ടി വെള്ളിയാഴ്ച രാവെന്ന വ്യാഴാഴ്ച മഗ്‌രിബ് നമസ്കാരത്തോടുകൂടി തന്നെ മനസ്സിലാക്കുകയും ഓർക്കുകയും അതിനു വേണ്ടി ഈ സമയം വരെ, അഥവാ ഇത് പിരിയുന്നവരെയുള്ള ആ മൂല്യവത്തായ സമയങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധയും നാം ഉണ്ടാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്? അഥവാ ഈ ജുമുഅ എന്ന് പറയുന്ന ഇബാദത്ത് ഉൾക്കൊള്ളുന്ന വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അത് മാസത്തിൽ 12 മാസങ്ങളിൽ റമദാൻ എന്ന് പറയുന്ന മഹത്തായ ആ ഒരു മാസത്തിന്റെ ശ്രേഷ്ഠത പോലെയാണ് ആഴ്ചയിലെ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം. അത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഈ കാര്യത്തിൽ ഒരു ഉന്മേഷം ഉണ്ടാകണം എന്ന നിലക്കാണ് ഞാൻ ഇങ്ങനെ തന്നെ ഒരു 3-4 മിനിറ്റ് ആമുഖത്തിൽ ഈ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യമാർ, സഹോദരിമാർ, നമ്മുടെ മുഅ്മിനീങ്ങളായ യുവാക്കൾ, കാരണവന്മാർ, ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയ നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ കൂട്ടുകാർ, അവരോടൊക്കെ ഒരു ബുധനാഴ്ച തന്നെ ഓർമ്മപ്പെടുത്തുക, വ്യാഴാഴ്ച തന്നെ ഓർമ്മപ്പെടുത്തുക. ഇസ്ലാമികമായ ഖുത്ബ കേൾക്കണോ? നിന്റെ ജീവിതത്തിൽ നിനക്ക് പച്ചപിടിപ്പ് ഉണ്ടാകണോ? ദുന്യവിയായ മുഹ്റവിയായ നിനക്ക് ബർക്കത്ത് വേണോ? നീ അഹ്ലുസുന്നത്ത് വൽ ജമാഅ പറഞ്ഞ രൂപത്തിലുള്ള ഖുത്ബ ഒന്ന് പങ്കെടുക്ക്. അത് നിന്റെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചം നിനക്കുണ്ടാകും എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് ദഅവത്ത് നടത്തുക, ഒരു വാട്സാപ്പിൽ ഒരു വോയിസ് വിടുക. അങ്ങനെ നമ്മുടെ സഹോദരിമാരും ഉമ്മമാരും വരെ അതിന് പരിശ്രമിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഈ നമ്മുടെ ഈ മഹല്ലിൽ, ഈ പള്ളിയിലേക്ക് അത് രൂപത്തിൽ ആളുകൾ കടന്നു വരാൻ ആഗ്രഹിക്കണം നമ്മൾ. കാരണം നമുക്ക് കിട്ടിയത് വലിയ ഹിദായത്താണ്, സ്വർഗത്തിന്റെ വഴിയാണ്. ഈ ഹിദായത്ത് നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ നാട്ടുകാർക്കും ലഭിക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജൂതന്റെ വീട്ടിലേക്ക് ഒരിക്കൽ ചെല്ലുകയാണ്. ആ ജൂതന്റെ വീട്ടിലേക്ക് എന്തിനാ ചെല്ലുന്നത്? ജൂതന്റെ മകൻ മരിക്കാൻ കിടക്കുകയാണ്, കുട്ടിയാണ്. ആ കുട്ടി മരിക്കാൻ കിടക്കുമ്പോ സക്കറാത്തിന്റെ വലി ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോ ആ കുട്ടിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നീ മരുന്ന് കുടിച്ചോ എന്നല്ല, വൈദ്യനെ കാണിച്ചോ എന്നല്ല, പെട്ടെന്ന് എന്തെങ്കിലും കൊണ്ടുപോകാനുള്ള സഹായം വേണോ എന്നല്ല, മറിച്ച് ആ കുട്ടിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി പറയുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മരിക്കാൻ പോകാൻ ലോകത്തെ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. മരണത്തോടുകൂടി നിന്റെ ജീവിതം ഭാസുകമാണ്, വിജയത്തിലേക്ക് പോകാൻ. പൊന്നുമോനെ, നീ ഷഹാദത്ത് കലിമ ചൊല്ല്. ആ റസൂലിന്റെ ആഗ്രഹം നോക്കി നിങ്ങൾ. ആ കുട്ടി നിസ്സഹായനായിക്കൊണ്ട് തന്റെ ജൂതനായ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ
ഹൃദയത്തിനുള്ളിൽ ഈ മുഹമ്മദ് കൊണ്ടുവന്ന ദീനാണ് സത്യമെന്ന് മനസ്സിലാക്കിയ ജൂതനായിരിക്കാം. വിശ്വസിക്കാൻ പല തടസ്സങ്ങളും പലർക്കും ഉണ്ടാവുമല്ലോ. അദ്ദേഹം മകനോട് പറഞ്ഞു, അതി അബുൽ ഖാസിം, നീ മോനെ അനുസരിച്ചോ. അബുൽ ഖാസിം എന്ന റസൂലുള്ളാഹിന്റെ മറ്റൊരു പേരാണ്. മുഹമ്മദിനെ അനുസരിച്ചോ എന്ന് പറഞ്ഞു. ആ കുട്ടി വളരെ ആത്മാർത്ഥമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ മുഴക്കിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നുപോയി, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി, അവിടുന്ന് ഹൃദയം വിതുമ്പി, ചുണ്ടുകൾ ഇടറിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റബ്ബിനോട്, അല്ലാഹുവേ, കത്തിജ്വലിക്കുന്ന നിന്റെ നരകാഗ്നിയിൽ നിന്ന് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ നിനക്കാകുന്ന സർവസ്തുതിയും. അപ്പൊ ഒരാള് ഹിദായത്തിലാകാന്നുള്ളത് നമ്മൾ ആഗ്രഹമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഓരോരുത്തരും ഈ മെമ്പറിന്റെ ചുവട്ടിൽ വെച്ച് ഇൻഷാ അല്ലാഹ് കാരണവന്മാരെ, മുഅ്മിനീങ്ങളെ, യുവാക്കളെ, കുട്ടികളെ, സഹോദരികളെ നമ്മൾ തീരുമാനമെടുത്താൽ റബ്ബ് അതിന് വിജയം നൽകും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അതാ കൂട്ടം കൂട്ടമായി അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയത്തിലേക്ക് കടന്നു വരുന്ന നയനാനന്ദകരമായ രംഗം കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയ ദിവസം ഇഹലോകത്ത് നിന്ന് ശേഷം യാത്രയായിട്ടുണ്ടെങ്കിൽ ആ കിടാവളക്ക് ഏറ്റുവാങ്ങിയ സ്വഹാബത്ത് ജീവിതത്തിൽ തന്റെ കുടുംബത്തെയും കച്ചവടവും മറ്റും കൂടുതൽ ശ്രദ്ധിക്കാതെ ഈ ദീനിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വേണ്ടി, ഈ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി പല ദിക്കുകളിലേക്കും യാത്ര ചെയ്ത് അവിടെയൊക്കെ മറവ് ചെയ്യപ്പെട്ട അവസ്ഥ ഉണ്ടായെങ്കിൽ അവിടുന്ന് പിന്നീട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സാരഥികളിലൂടെ ഈ കേരളക്കരയിൽ നമുക്ക് വെളിച്ചം ലഭിച്ചെങ്കിൽ നമ്മൾ ഇന്ന് അതിന്റെ സീതായിലൂടെ, അതിന്റെ ഗ്രീൻ ചാനലിലൂടെ പ്രയാസങ്ങളില്ലാതെ ജീവിക്കുന്നു എങ്കിൽ തട്ടാന്റെ തൊടൂല എന്താ ഒരു ചൊല്ലുണ്ടല്ലോ, ഞാനും എന്റെ കുട്ടിയാളും തട്ടാനെന്ന് പറഞ്ഞ പോലെ പോരാ, നമുക്കത് എത്തിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹ് വിളിക്കുകയാണ് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ. 62-ാം അധ്യായമാണ്, സൂറത്ത് ജുമുഅയിലാണ്. അല്ലാഹ് വിളിച്ചുകൊണ്ട് പറയുന്നു, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ. നമ്മൾ ഈമാനുള്ളവരല്ലേ? ആണോ അല്ലേ? സംശയം ഉണ്ടോ എല്ലാവർക്കും? അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഇസ്ലാമിനെ, ഈമാനെയും ഇഹ്സാനെയും ചേർത്തി തരുമാറാകട്ടെ. ചുണ്ട് ചലിപ്പിച്ച് നമ്മൾ ആമീൻ പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ ഈമാനുള്ള വിശ്വാസികളെ വിളിച്ച് അല്ലാഹ് പറയുന്നു, ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. നിങ്ങളെ കച്ചവടം ചുറ്റുപാടും ഒക്കെ നിങ്ങൾ വെള്ളിയാഴ്ച ഒന്ന് മാറ്റിയേക്കി. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഹു മിൻ ഫദ്ലില്ലാഹ്. ജുമാ കഴിഞ്ഞിട്ട് നിങ്ങൾ കട തുറന്നോളി, ജുമാ കഴിഞ്ഞിട്ട് നിങ്ങൾ കൃഷി നടത്തിക്കോളി, ജുമാ കഴിഞ്ഞിട്ട് നിങ്ങൾ ഏർപ്പാട് നടത്തിക്കോളി. ജുമാന്റെ ദിവസങ്ങൾ സുബഹി കഴിഞ്ഞാൽ വേറൊരു പരിപാടിക്കും പോകല്ലെന്നാണ് ഏറ്റവും ആധികാരിക തഫ്സീറിൽ പണ്ഡിതന്മാരെ പറയുന്നത്. കാരണം സ്വഹാബത്തിന് അസറായി, സ്വഹാബത്ത് നാസ്തയാക്കിയിരുന്നത് വെള്ളിയാഴ്ച എപ്പോഴാണ്? ജുമാന്റെ ശേഷമാണ് ഓരോ നാസ്ത. 8 മണിക്കുള്ള നാസ്ത ജുമാന്റെ ശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഓല് ഉച്ചച്ചോറല്ല കണ്ടിരുന്നത്, ഓരോ നാസ്ത 8 മണിക്കല്ല, 2 മണിക്കാണ്, അല്ലെങ്കിൽ 1:30 മണിക്കല്ല. കാരണം ജുമാ ദിവസം അവർ പിന്നെ പള്ളിയിൽ നിന്ന് സുബഹി കഴിഞ്ഞാൽ പോകാറില്ല എന്ന് ഭൂരിപക്ഷ ആൾക്കാർ. അത്രയൊന്നും ഈമാൻ നമുക്കില്ല. ഇതിന് തൊട്ട് മുമ്പെങ്കിലും ഇൻഷാ അല്ലാഹ് ഇമാം മിമ്പറിൽ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നതിന് മുമ്പെങ്കിലും ഒന്ന് പള്ളിയിൽ ഇരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ധൃതിപ്പെട്ടി വരിക എന്നതിനെ കുറിച്ച് കാല ഹസൻ റളിയല്ലാഹു അൻഹു അമാ വല്ലാഹ്, അദ്ദേഹം പറയാണ്, വഹുവ സഅയ അലൽ അഖ്ദാമി, മുന്നേറുക എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന് വേണ്ടി ധൃതിപ്പെട്ടു പോകാൻ പാടില്ല. കിതച്ചു പോകാൻ നിസ്കാരത്തിന് വേണ്ടി പാടില്ല. ഒതുവെടുത്ത് കിതച്ച് ഓടി വരാൻ പാടില്ല. അലൈക്കും ബിസക്കീനത്തി വവഖാറ. റസൂലുള്ളാഹി പറഞ്ഞാൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് സക്കീനത്തോടു കൂടിയും വഖാറത്തോടു കൂടിയും വരേണ്ടതാണ്. സക്കീനത്ത് പറഞ്ഞാൽ എന്താ? കിതപ്പില്ലാതെ വരണം. വഖാറത്ത് പറഞ്ഞാൽ എന്താ? വളരെ സമാധാനത്തിലും ഗാംഭീര്യത്തിലും വരണം. പക്ഷെ പള്ളിക്ക് നമ്മൾ വരല എങ്ങനെ? ഇഖാമത്ത് അവിടെ കൊടുക്കുന്നത് വരെ പെരിയിലിരിക്കും, കടിയിലിരിക്കും, മൊബൈൽ വെച്ച് കളിച്ചിരിക്കും. അവസാനം ചോനെ ഭാഗം കൊടുത്ത് 20 കഴിഞ്ഞല്ലോ, ജമാഅത്ത് തുടങ്ങിയല്ലോ, ആഞ്ഞു വരും വണ്ടി സ്റ്റേഡ് സ്റ്റാൻഡ് മടലും, അപ്പോ മൂത്രയിക്കലും ഉതിർക്കലും. അല്ലാഹ് പാടില്ല. അങ്ങനത്തെ നിസ്കാരം ഉള്ളാക്കും. അതുകൊണ്ട് നിങ്ങളുടെ നമസ്കാരത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വരിക എന്ന് പറഞ്ഞാൽ തിരക്കൂട്ടി നിസ്കാരത്തിന് വരാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അതിനെതിരെ പിന്നെ അല്ലാഹ് പറയും. അപ്പൊ ഇതെന്താ ഇവിടെ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞാൽ? അതിനെ പറ്റിയാണ് ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്.
ولقد نوح يئن صلاة إله عليه سكينة ووقار ولكن نيته والخشوع. അതുകൊണ്ട് ധൃതിപ്പെട്ട് വരാൻ പാടില്ല, നല്ല നിയ്യത്തിൽ നല്ല ഭയഭക്തിയുമാണ് വരേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖൈറു യൗമി തലഅത്തി അലൈഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. അതിന്റെ അർത്ഥം ബാക്കിയുള്ള 6 ദിവസമൊക്കെ മോശമാണെന്നാണ്? അല്ല. ദിവസങ്ങളിൽ ദോഷം കാണുക എന്നത് ജൂതന്റെ പണിയാണ്. അത് മജൂസികളുടെ സ്വഭാവമാണ്. നമുക്ക് ദിവസങ്ങളിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ അക്കങ്ങളിലോ ഒന്നും ദുശകുലല്ല. ഉണ്ടോ? ഇല്ല. 313 ബർക്കത്തുള്ള നമ്പർ ആര് പറഞ്ഞതാണ്? നമ്പർ സഹാബത്തിന്റെ എണ്ണം പറഞ്ഞിട്ട് 1001 ടോക്കൻ അടിച്ചു കൊടുക്കുക. ആര് പഠിപ്പിച്ചത് ഈ അനാചാരം? ഒരു ഫ്ലാറ്റിന്റെ നമ്പർ 1 2 3 4 5 6 7 8 9 10 11 12 കഴിഞ്ഞാൽ പിന്നെ 13. അല്ല 13 ഇല്ല 14. എവിടെ പോയി 13ാമത്തെ അക്കം? അത് ദോഷാണ്, ആക്കടാൻ പാടില്ല. വലിയ ബുദ്ധിജീവികളായ വലിയ മുതലാളിമാരും ഫ്ലാറ്റ് എഞ്ചിനീയർമാരും വരെ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധി ഇതാണ്. അപ്പൊ എന്താ? അന്ധവിശ്വാസം മനുഷ്യനെ കാർന്നു തിന്നാൻ. അങ്ങനെ ഒരു അക്കമോ ദിവസമോ ഒന്നും ദുശഗുണമില്ല. ദുശഗുണമില്ല. മറിച്ച് എല്ലാ ദിവസവും ഇസ്ലാമിൽ ഖൈറാണ്. പക്ഷേ ആ ദിവസങ്ങളിലും സമയങ്ങളിലും മാസങ്ങളിലും ആരാധനകളിലും ഒക്കെ ശ്രേഷ്ഠതകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഖൈറു യൗമി തലഅത്തി അലൈഹി ശംസു യൗമുൽ ജുമുഅ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമ്മൾ കേൾക്കുമ്പോ നമ്മുടെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ ഒരു സ്മരണ പോരാ, ആ ചുണ്ടുകൾ ചലിക്കുന്ന രൂപത്തിൽ തന്നെ മാഷാ അല്ലാഹ് നമ്മുടെ കാതുകൾ പതിയെ, എല്ലാവരും കേൾക്കണ്ട, പതിയെ നമ്മുടെ കാത് കേൾക്കുന്ന രൂപത്തിലുള്ള ഒരു ചലനം നമ്മുടെ ചുണ്ടുകളിൽ വേണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച അസർ വരെ സ്വലാത്തിന്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഖുതുബ നിർവഹിക്കുമ്പോൾ പേര് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലമാണ്. സുബ്ഹാനക യാ അലീം. അല്ലാഹു നൽകുമാറാകട്ടെ. അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ യൗമുൽ ജുമുഅയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫീഹി ഖുലിക ആദമു അലൈഹിസ്സലാം. ആ വെള്ളിയാഴ്ചയാണ് അല്ലാഹു തആല തന്റെ കൈകൊണ്ട് പശുമയുള്ള മണ്ണുപയോഗിച്ച് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. അല്ലാഹു തആലയാണ് അല്ലാഹുവിന്റെ കരങ്ങൾ കൊണ്ട് ആദം അലൈഹിസ്സലാമിനെ ഉണ്ടാക്കിയത്. ഒരു കള്ളിമണ്ണ് കുഴച്ചുകൊണ്ട് ഒരു കൊശവൻ ആ ചട്ടി അദ്ദേഹം ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പ്രാർത്ഥന ഉണ്ടാക്കുന്ന പോലെ അല്ലാഹു തആല മനുഷ്യരുടെ പിതാവായ അവ്വലുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. വലഖദ് ഖലഖനാ وإذ قال ربك للملائكة إني جاعل في الأرض خليفة. ഞാൻ ഭൂമിയിൽ ഇതാ എന്റെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോവുകയാണ്, ഖലീഫയെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി അല്ലാഹു തആല ഭൂമിയിൽ നിന്നാണ് മലായികത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് കൊണ്ടുവന്നത് എന്ന് താരീഖ് ഇബ്നു കസീറിലും അതുപോലെ തന്നെയുള്ള സാഹിത്യമായ താരീഖുകളും സീറയിലും പറയുന്നു. അല്ലാഹു അഅലം. അപ്പോ ആ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല ആദം അലൈഹിസ്സലാമിന് മുമ്പിൽ പ്രണാമം അർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മലക്കൾ ആദം അലൈഹിസ്സലാമിനെ അംഗീകരിച്ചു, ബഹുമാനിച്ചു. ഇല്ലാ ഇബ്ലീസ്, അല്ലാഹു തആല അട്ടിയകറ്റി ഇബ്ലീസ് ഒഴികെ. എന്നിട്ട് അവിടുന്ന് അല്ലാഹു തആല പറയുന്നുണ്ട് എന്ത്? വകുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ നീയും നിന്റെ ഇണയും അഥവാ ഹവ്വ അലൈഹിസ്സലാമിനെയും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും അല്ലാഹു തആല ഈ സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം അഥവാ ആദം അലൈഹിസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് സൃഷ്ടിച്ചു ഹവ്വ ബിബിയെ. ആ ഹവ്വ അലൈഹിസ്സലാം ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും അല്ലാഹു മലക്കുകളുടെ അധ്യക്ഷതയിൽ നിക്കാഹ് ചെയ്തു, കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് ഇണയായിട്ട് അല്ലാഹു തആല അവരോട് പറഞ്ഞു, സ്വർഗത്തിന്റെ തോട്ടം ഉണ്ട് അവിടെ. യഥാർത്ഥ സ്വർഗത്തിലല്ല, അതിനപ്പുറത്ത് അല്ലാഹു നിശ്ചയിച്ചൊരു തോട്ടം. ആ തോട്ടം സ്വർഗത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. ആ പരിധിയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. വലാ തഖറബ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. നിങ്ങൾക്ക് ഞാൻ ആ കാണിച്ചു തരുന്ന മരത്തെ കൊള്ള നിങ്ങൾ അടുക്കരുത്, അതിലൊരു ഫ്രൂട്ട്സും നിങ്ങൾ തിന്നാൻ പാടില്ല, അക്രമികളിൽ പെട്ടുപോകുമെന്നൊരു താക്കീതും കൊടുത്തു. ഒരു ഉടമ്പടി അവരോട് നടത്തി. പക്ഷേ ആ സൃഷ്ടിച്ച വെള്ളിയാഴ്ച സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു.
സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. ഉദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചതും അല്ലാഹു തആല വെള്ളിയാഴ്ചയാണ്. പക്ഷേ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കി. ഹവ്വാ ബീവിയുടെ ഹൃദയത്തിൽ, ഹവ്വാ ബീവി ആദം അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കി. ആ വസ്വാസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? അവർ അല്ലാഹ് വിലക്കിയ പഴം തിന്നപ്പോൾ അല്ലാഹ് പറഞ്ഞു എന്ത്? ഖുൽ ഹബിതു മിന്നാ ജമീആ. രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറ 38-ാമത്തെ ആയത്ത്. അല്ലാഹ് പറയാ, അല്ലാഹ് പറയാണ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് താൽക്കാലികമായി ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകണം. അത് ഏത് ദിവസ? സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്, സ്വർഗത്തിൽ കയറ്റിയത് വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിൽ അല്ലാഹു തആല പുറത്താക്കിയത് വെള്ളിയാഴ്ചയാണ്. ഈ മൂന്നും വെള്ളിയാഴ്ചയാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്കിതാ എന്നിൽ നിന്ന് ഒരു സന്ദേശം വരും, ഹിദായത്ത് വരും. ആരാണോ ആ സാക്ഷാൽ ഇസ്ലാം എന്ന ഹിദായത്തിന്റെ മാർഗത്തെ മുറുകെ പിടിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും തന്നെ ബേജാറാകണ്ട, നിങ്ങൾ ഒരിക്കലും തന്നെ സമാധാനമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവൂല. വിജയിക്കുന്നവർ നിങ്ങൾ തന്നെ ആയിരിക്കും. ഏത് സന്ദേശം? ആകാശത്ത് റബ്ബിന്റെ അരികിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വരുന്ന നിങ്ങൾക്ക് അല്ലാഹ് നൽകുന്ന സന്ദേശം. അതാണ് ആദം അലൈഹിസ്സലാമിലൂടെ തുടങ്ങി അഷ്റഫുൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹ് പൂർത്തീകരിച്ച് ഇന്നും ലോകാവസാനം വരെയും അല്ലാഹു തആല അത് അവന്റെ സുന്നത്ത് പ്രകാരം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാം, ഈ മതം, ഈ ദീൻ, അത് വെള്ളിയാഴ്ചയാണ്. അപ്പൊ സൃഷ്ടിച്ചത്, സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്, പുറത്താക്കിയത്. ഇനി ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അഞ്ചാമത്തതെന്താ? ലോകം അവസാനിക്കുകയില്ല ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ചയല്ല. അപ്പൊ ലോകം അവസാനിക്കുന്നത് ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന ഊത്തുണ്ടല്ലോ, ആ ഊത്ത് ഊതുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. അത് ഏത് വർഷത്തിലെ, ഏത് മാസത്തിലെ, ഏത് ആഴ്ചയാണ് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യസ്അലൂനക അനിസ്സാഅ, അവർ നിന്നോട് ചോദിക്കുന്നു എന്നാണ് ലോകം അവസാനിക്കുക. അതിന് അടയാളം പറഞ്ഞു കൊടുത്താളാ, അത് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞു കൊടുത്താളാ. പക്ഷെ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അതിന്റെ കൃത്യമായ ആ വെള്ളിയാഴ്ച ഡേറ്റ് അത് എന്നാണ് എങ്കിൽ ആ ഡേറ്റ് അല്ലാഹുവിന്റെ അടുത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള ചില സോഷ്യൽ മീഡിയയിലെ കവല പ്രഭാഷകന്മാര് ആ പ്രവചനം നടത്തിയാലൊന്നും നമ്മൾ അതിലെന്ത് ചെയ്യണ്ട, അന്തം വിടണ്ട. പക്ഷെ അത് വിദൂരമല്ല, അത് ഖരീബാണ്, അടുത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിലെ ജുമുഅകളിൽ നമുക്ക് ലോകാവസാനത്തിന്റെ അടയാളങ്ങളും ആ പരലോകവും എല്ലാം നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ മഹത്തായ മാർഗം അത് നമ്മൾ ഉൾക്കൊള്ളണം. മുഅ്മിനീങ്ങളെ, ഈ ആദർശം നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു സൗഭാഗ്യമാണ്. ആറാമതായി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഈ വെള്ളിയാഴ്ച എന്നതും ആ ദിവസത്തിൽ ഒരുമിച്ച് കൂടുന്ന ഈ ജുമുഅ ഖുത്ബ എന്ന ഇബാദത്തും വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു. മുൻകാല സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകി. അഹ്ലു കിതാബിന്റെ ജൂതന്മാർ, ക്രിസ്ത്യാനികൾക്കും അല്ലാഹു വെള്ളിയാഴ്ച ഒരു ഈദിന്റെ ദിവസമായി, വിശേഷ ദിവസമായി, ആരാധനകളുടെ മാമാങ്കമായി അവർക്ക് നൽകി. പക്ഷേ അവരതിനെ അവഗണിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവര് അവഗണിച്ചു. അവർ വിശേഷ ദിവസമായി കൊണ്ട് ജൂതന്മാർ ശനിയാഴ്ചയും ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയും തെരഞ്ഞെടുത്തു. വെള്ളിയാഴ്ചയെ അവഗണിച്ചു. ആ അവഗണിച്ചത് കൊണ്ട് തന്നെ അവർക്കുണ്ടായ നഷ്ടവും അതിനെ സ്വീകരിച്ച വിശ്വാസികളായ റസൂലിന്റെ ഉമ്മത്തിനുണ്ടായ മെച്ചവും ഇവർ നിങ്ങൾക്ക് തിരിച്ചറിയില്ല. ജുമാക്ക് വൈകി വരുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റൂല. അതൊക്കെ എത്ര ഉപദേശിച്ചാലും മൂപ്പരവിടെ പറഞ്ഞോട്ടെ എന്ന് പറയുള്ളൂ, അല്ലേ? അതല്ല, മറിച്ചത് കേൾക്കണം. റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പാറാതിരിക്കാൻ തലയിളകാതെ എത്ര ശ്രദ്ധയോടുകൂടി പിടിക്കുമോ അതുപോലെയായിരുന്നു ഹൃദയവും കണ്ണും കാതും പൂർപ്പിച്ചുകൊണ്ട് ഇൽമിനെ സ്വീകരിച്ചു. അത് ഖുതുബക്കായാലും ഒരു ദീനി മജ്ലിസിലായാലും അത് മദ്രസയിലായാലും അത് എവിടെയായാലും ഒക്കെ അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് രണ്ടാളും കൂടി നമുക്ക് കേറിക്കുക, സഫ്ഫ് ഫുള്ളാക്കി ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും വലിയ ഇബാദത്താണ്. ആ മഹത്തായ വെള്ളിയാഴ്ചയെ അവഗണിച്ചു ജൂത ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് എന്തുണ്ടായി നിങ്ങള്? നമുക്കൊക്കെ ആ സൗഭാഗ്യ റസൂലിലൂടെ കിട്ടി. നമ്മളതിനെ ശ്രേഷ്ഠവൽക്കരിച്ചു, നമ്മളതിനെ മഹത്വവൽക്കരിച്ചു, നമ്മൾ ആ വെള്ളിയാഴ്ചയെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ പോരായ്മ നമുക്കുണ്ട്. അള്ളാഹു അതൊക്കെ ഒന്ന് മാറ്റി ഒന്നും കൂടി ഉഷാറാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താ കാരണം അറിയോ? നാളെ ആഖിറത്തിൽ
ഒരു മൈൽ സൂര്യന്റെ ചുവട്ടിൽ പാപത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് മനുഷ്യന്മാർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് യാ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിൽ ആദം അലൈഹിസ്സലാമിന്റെ അരികിൽ ജനങ്ങൾ ചെന്നുകൊണ്ട് പറയും, ആദമേ ഞങ്ങളെ ഒന്ന് വിചാരണ എടുക്കാൻ നിങ്ങൾ പറയും, അള്ളങ്ങളെ കൈകൊണ്ടുണ്ടാക്കിയതല്ലേ. ആദം അലൈഹിസ്സലാം പറയും, സ്വർഗത്ത് നല്ല വിലക്കിയ പഴം ഞാന് പിശാചിന്റെ ഭാര്യന്റെ ദുർബോധനത്തിൽ തിന്നുപോയതാ, കുറച്ചു എന്നെ കൊണ്ട് എന്താ കാട്ടാൻ അറിയില്ല, എനിക്ക് പറയാൻ പറ്റില്ല, നൂഹിന്റെ അടുത്ത് പോയി കൂടി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിൽ ചെന്നുകൊണ്ട് അവർ പറയും, ഒരു ആയുഷ്കാലം 1000 കൊല്ലം ദഅവത്ത് നിർവഹിച്ച് അല്ലാഹു തആല ഉൽ അസ്മ എന്ന പ്രവാചകന്മാരുടെ പട്ടികയിൽ ചേർത്തിയ മഹാനായ പ്രവാചകരല്ലേ താങ്കൾ, ഞങ്ങളത് വിചാരണ കേൾക്കാൻ പറയും. അപ്പൊ നൂഹ് അലൈഹിസ്സലാം പറയും, ഞാൻ എന്റെ കുട്ടിക്ക് വേണ്ടി, നരകത്ത് പോകുന്ന നരകാവകാശി എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് എന്ത് ചെയ്തിട്ടുണ്ട്, രക്ഷ ചോദിച്ചിട്ടുണ്ട്. സമൂഹത്തെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹോട് ഞാൻ പ്രാർത്ഥിച്ചു, അള്ളാഹ് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അള്ളാഹുവിന്റെ കാര്യം തീരുമാനിക്കാൻ അറിയില്ല, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയിക്കോളി. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും അരികിൽ ആളുകൾ എന്തിനാ പോണത്? സ്വർഗാണെങ്കിൽ സ്വർഗം, നരകാണെങ്കിൽ നരകം, ഏതായാലും വേണ്ടില്ല, ഈ പൊരിവയിൽ നിന്ന് കഴിച്ചിലാകണം. അതാണ് പോലെ ആവശ്യം, വേറെ ഒന്നുമില്ല. ആലോചിക്കുന്ന മനുഷ്യൻ അപ്പൊ എത്രയാണ് മഹ്ശറിലെ ദുരന്ത മുഅ്മിനീങ്ങളെ. അള്ളാഹു നമുക്ക് അർശിനെ മുഅ്മിനീങ്ങളെ ആലോചിക്കുക. നമ്മൾ അവിടെ ആദം അലൈഹിസ്സലാമിന്റെ മുന്നിൽ തുടങ്ങി അവസാനം ഈസാ അലൈഹിസ്സലാം വരെ കൈയൊഴിഞ്ഞ് അവിടെയും അത് ഏറ്റെടുക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് റബ്ബുൽ ആലമീനായ സയ്യിദുൽ ഹബീബ് റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴും. ഹിസാബ് തുടങ്ങുമ്പോ ആദ്യം ആദം നബി നമ്മുടെ ഏറ്റവും അവസാനാണ്. പക്ഷെ അവിടെ നേരെ അടിമറന്നവർ, അഥവാ ഒന്നാമത്തെ സമൂഹം നമ്മളാണ് വിചാരണക്കെടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് സമൂഹം റസൂലിന്റെ ഉമ്മത്താ. പക്ഷെ ആ സമൂഹം ആദ്യം അവിടെ വിചാരണക്ക്. എന്താ ഈ ശ്രേഷ്ഠത കിട്ടിയത്? ഈ ടോക്കൺ എങ്ങനെ നമുക്ക് അടിച്ചത്? ജൂത ക്രിസ്ത്യാനികൾ വെള്ളിയാഴ്ച ദിവസത്തെ അവഗണിച്ച് വിശേഷ ദിവസമായി ഞായറാഴ്ചയും ശനിയാഴ്ചയും തിരഞ്ഞെടുത്തു. ഉമ്മത്ത് മുസ്ലിം അതിനെ മാറ്റം വരുത്താതെ ഇന്നും ഇൻഷാ അല്ലാഹ് കൊണ്ടടക്കാൻ, ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്ത് അത് കൊണ്ടടക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. ഹിസാബ് നാളെ പരലോകത്ത് ആദ്യം നമ്മൾ വിളിക്കാൻ വല്ല ചില്ലറ കാര്യമാണോ? ഇപ്പൊ വോട്ട് ചെയ്യാൻ നമ്മൾ പോയപ്പോ തന്നെ സീനിയോറിറ്റി എന്ന് പറഞ്ഞ പ്രായമുള്ള ആൾക്കാർ 7 മണി 7:15 വരിക, എന്നിട്ട് രാവിലെ 1 മണിക്കൂർ മുമ്പ് കാത്തുന്നവൻ അവിടെ കയറുന്നത്. എന്താ? സീനിയോറിറ്റിയാണ് ആദ്യം കയറുക. ഒന്നും കച്ചവടം ഉണ്ടാക്കാൻ പറ്റില്ല. ആ നൃത്തം തന്നെ പന്തലിട്ടില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഇവിടുത്തെ വെയിലുകൊണ്ട് എങ്കിൽ ആ മഹ്ശറ ഒരു മൈൽ സൂര്യനെ ചുവട്ടിലാണ്. അള്ളാഹു അവിടെ നമ്മയാണ്, മുഹമ്മദ് ഉമ്മത്തിനെയാണ് മുൻപതിലെത്തി. അള്ളാഹു തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകിയത് അങ്ങനെയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച നമ്മൾ അവഗണിക്കരുത്. എന്ത് ചുറ്റുപാടുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നേരത്തെ നമ്മൾ എത്തണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വെള്ളിയാഴ്ച ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് വന്നാൽ മാത്രമേ ആ ജുമുഅയുടെ മുഴുവൻ ലിസ്റ്റിലും പേര് ചേർക്കപ്പെടുള്ളൂ, അല്ലെങ്കിൽ രക്ഷയില്ലാന്നാണ്. കാരണം എന്താ? ആ കിട്ടണമെങ്കിൽ അത് വേണം. ഇദാ കാന യൗമുൽ ജുമുഅത്ത്, ഈ ജുമുഅ ദിവസം നമ്മൾ പള്ളിയിലേക്ക് സുന്നത്ത് പാലിച്ച് വന്ന് ഇമാം മെമ്പറിന് മുമ്പ് കയറിയതിന് മുമ്പ് പള്ളിയിൽ സ്ഥലം പിടിച്ചാൽ അവരെ പേര് മലക്കുകൾ എഴുതും. ഇല്ലെങ്കിലോ ആ ലേഖ ഉണ്ടാവില്ല, ജുമുഅക്ക് പങ്കെടുത്ത കൂലി ഉണ്ടാവും. പക്ഷെ ജുമുഅയുടെ പ്രത്യേകത മുഴുവനുണ്ട്. 15 മഹത്വമുണ്ട്, 5 ശ്രേഷ്ഠതയുണ്ട്. 5 നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 15 ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമ്മൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആഴ്ചയിലെ ഖുതുബയിൽ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിനെ ഓരോന്നോരോന്നായി മനസ്സിലാക്കി അത് ഹൃദയത്തിൽ ജീവിതത്തിൽ ആദർശമായി സ്വീകരിച്ച് കർമ്മപദങ്ങളിൽ കൊണ്ടുവന്ന് അങ്ങനെ റബ്ബ് തൃപ്തിപ്പെടുന്ന ആളുകളുടെ കൂടെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ ഉന്നതമായ പദവി പങ്കിടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച നിർവഹിക്കപ്പെടുന്ന ഖുതുബ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം എന്നുള്ളതാണ് ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തഫ്സീർ ബഗവി എന്ന് പറയുന്ന അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കുന്ന കിതാബാണ്. അത് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന മഹാനായ സ്വഹാബിയാണ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് തഫ്സീർ ബഗവിയിൽ കൊടുക്കുന്നു. അതിന്റെ ഇബാറത്ത് ഞാൻ വായിക്കുന്നില്ല, മലയാളം മാത്രം പറയാണ്. സഈദ് ഇബ്നു മുസയ്യിദിൽ നിന്നും ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, അത് ഇമാമിന്റെ വഅദ് ആണ്. ഇദാ നൂദിയ ലിസ്സലാത്തി യൗമിൽ ജുമുഅത്തി ഫസ്ഹൗ ഇലാ ദിക്രില്ലാഹ്. ദിക്രില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി എന്താ? 2 രൂപത്തിലാണ് ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞാൽ
നാവ് കൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ സ്മരിക്കുന്ന ദിക്റാണ്. ലാ യസാലു ത്വായിഫത്തുൻ മിൻ ലാ തസൂലു ലിസാനക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ നാമങ്ങൾ നിന്റെ നാവ് കൊണ്ട് നനക്കട്ടെ എന്ന് പറയാൻ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളും അള്ളാഹുവിന്റെ മഹത്വത്തെ വായിക്കുന്ന ദിക്ർ തന്നെയാണ്. പക്ഷെ ആ ദിക്ർ അല്ല ഇവിടെ ഖുർആൻ പറഞ്ഞത്. മറിച്ച് വെള്ളിയാഴ്ച നമ്മൾ പങ്കെടുക്കുന്നത് കുറെ ദിക്റെല്ലാം വേണ്ടിയിട്ടാണ് അല്ല. കാരണം എന്താ? ഇമാമാണ് മിണ്ടുന്നത്, മറ്റവർക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പൊ അവിടെ ദിക്ർ എന്നതുകൊണ്ട് ഉത്ബോധനം, ഉപദേശം, ആളുകൾക്ക് തിരിയുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അല്ലാമത്തു സർഖാനി റഹിമഹുല്ലാഹ് പറയുന്നത്, ഇമാമിന്റെ വഅദും നമസ്കാരവും ഉൾപ്പെട്ട അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ എന്നാണ് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് ഖുർആൻ പറഞ്ഞ സൂറത്തുൽ ജുമുഅയിലെ ആയത്ത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപോലെ തന്നെ ഫത്ഹുൽ ബാരി 3-ാം വാള്യം 418 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം റാസി ശാഫി മദ്ഹബുകാർക്ക് അംഗീകരിക്കപ്പെട്ട പണ്ഡിതനാണ്. ഇമാം റാസി പോലും പറയുന്നു എന്ത്? ദിക്റുല്ലാഹ് എന്നതിന്റെ ഉദ്ദേശം അധിക മുഫസ്സിറുകളും ഖുതുബയാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്താ ഖുതുബ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ എന്ന് പറഞ്ഞാൽ തദ്കിറത്തുൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഉപദേശമായിരുന്നു. അൽ വഅദ്, വഅദായിരുന്നു. വഅദ് എന്നതിന്റെ അർത്ഥം എന്താ? നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത് മനസ്സിലാകാത്ത വഅദുകൊണ്ട് കാര്യമില്ല എന്നുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നത്. മദ്യപാനിയായ ഒരു മകനോട് പാപ്പ ഇംഗ്ലീഷിൽ 10 മിനിറ്റ് ചടപടാന്നും പറഞ്ഞ് അവസാനം പിറ്റേന്ന് കുട്ടി ഒരു കുപ്പി കൗത്തലിച്ചാണ് വരുന്നത്. പാപ്പ പച്ച മലയാളത്തിൽ 2 മിനിറ്റ് പറഞ്ഞു കൊടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതേനി ഓൻ ആകെ വികാരപരിതനായി. ഇതാണെങ്കിൽ നേരത്തെ ആണ് പറഞ്ഞാൽ പോലെ പച്ച മലയാളത്തിൽ എനിക്കറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, നിങ്ങൾക്ക് അറിയില്ലേ? അതിന്റെ ശേഷം പിന്നെ പൊടി നിർത്തിയതാ, ആ കുപ്പി പൊട്ടിച്ചു. ഇതൊരു കഥയാണെങ്കിലും സഹോദരങ്ങളെ അത് ഹൃദയത്തിൽ പതിക്കണമെങ്കിൽ അത് വേണം എന്നുള്ളത് കൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ പണ്ഡിതന്മാര് ആ കാര്യങ്ങൾ നമുക്ക് ആ രൂപത്തിൽ തന്നെ വിശദീകരിച്ചു തരുന്നത്. ഷാഫി മദ്ഹബ് പോലും ആ വിഷയത്തിൽ വളരെ സംഗ്രമമായി പറഞ്ഞിട്ടുള്ള ഇബാറത്ത് എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. കിതാബ് ഉമ്മ് എന്ന ഷാഫി ഇമാമിന്റെ കിതാബിൽ കാണാം, ഉഹിബ്ബു അൻ യഖൂന കലാമഹു ഖസ്സൻ ബലീഗാ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാ, ഞാൻ ഇഷ്ടപ്പെടുന്നത് ആയിരിക്കണം കലാമഹു ഖസ്തൻ ബലീഅ, അതായത് അങ്ങേയറ്റത്തെ സാഹിത്യ സമ്പൂർണമാകണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഹൃദയത്തിൽ തട്ടണം. അല്ലാതെ കുറെ മെമ്പർമ കയറിയിട്ട് ഇബ്നു ബാത്തുൽ മിസ്രിയുടെയും നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയുടെയും ഒക്കെ കിതാബ് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ആ അറബി അങ്ങനെ വായിച്ചാൽ എങ്ങനെ ജനങ്ങൾക്ക് ഈ ഖുതുബ മനസ്സിലാക്കും? അപ്പൊ ആഴ്ചതോറും റസൂൽ സംസ്കരിച്ചത് അവിടുത്തെ 600ഓളം ഖുതുബയിലാണെന്ന് പണ്ഡിതന്മാർ പറയാം. അതുകൊണ്ട് ആ ഖുതുബ ഖസ്തൻ ബലീഅ, അത് ഹൃദയത്തിൽ പതിക്കുന്ന രൂപത്തിലാകണം. ലഅന്നഹാ ഹീനഇദിൻ തഖൂലു ഔ ഫാഇലുൽ ഖൽബ്, അവിടെ പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ അത് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഉപദേശമായി തന്നെ മുന്നോട്ട് പോകണം. എത്ര വ്യക്തമായിട്ടാണ് മുഅ്മിനീങ്ങളെ ഇവിടെ അത് പറഞ്ഞു തരുന്നതെന്ന് അറിയോ നിങ്ങൾ? അപ്പോ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കൽ നമുക്കറിയാമല്ലോ, പിന്നെ ഒരു സ്വഹാബി വന്നുകൊണ്ട്, ഏതാണ് സ്വഹാബി? പിന്നെ സുലൈഖുൽ ഗത്ഫാനി റളിയല്ലാഹു അൻഹു, സുലൈഖുൽ ഗത്ഫാനി റളിയല്ലാഹു അൻഹു ജുമുഅക്ക് വന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഇരുന്നു, നിസ്കരിച്ചില്ല. ഇമാം അത് കണ്ടു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പിന്നെ സുലൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സുലൈഖ് ഖും സ്വല്ലി റകഅത്തൈൻ, എഴുന്നേറ്റ് 2 റകഅത്ത് നിസ്കരിക്കുക. പള്ളി ദർസിൽ ഓതുന്ന അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ബൈത്ത് കിതാബിൽ പോലും ആ സംഭവം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ജുംആ ദിനം നബി ഖുതുബ ഓതുന്നന്ന് സുലൈഖുൽ ഗത്ഫാനി പള്ളിയിൽ വന്ന് ചൊല്ലുന്ന നേരം ഓ സുലൈഖോ 2 റകഅത്ത് നിസ്കരിക്കുന്ന തിരുമൊഴിയുണ്ട്. അപ്പൊ നിസ്കരിക്കാതെ വന്നിരുന്ന സുലൈഖ് റളിയല്ലാഹു അൻഹു റസൂൽ എഴുന്നേറ്റ് 2 റകഅത്ത് നിസ്കരിക്കുന്നു പറഞ്ഞു. ഇന്ന് ഇങ്ങനെ അറബിയിൽ പോകുന്ന ഒരു പള്ളിയില് ഒരു സഹോദരൻ വന്നിട്ട് നിസ്കരിക്കാതെ ഇരുന്നാൽ നാം ഇങ്ങനെ കാണുകയാണ്, നേരെ വന്നിരിക്കണം. ആ മെമ്പറിന് അയാൾക്ക് എടോ എഴുന്നേറ്റ് 2 റകഅത്ത് നിസ്കരിക്കുന്നു പറയാൻ പറ്റുമോ? അന്ന് ആ മഹലിന് അയാൾ പുറത്തു. എന്താ കാരണം? മാതൃഭാഷയിൽ സംസാരിച്ചാൽ ദീനിൽ ഔട്ടായി. ആരാ ഇങ്ങളോട് പറഞ്ഞത്? ആരാണ് പഠിപ്പിച്ചത്? അപ്പൊ പൗരോഹിത്യം എന്ന പണ്ഡിത വേഷധാരികൾ ഉമ്മത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത ഒട്ടനേകം ശിർക്കില്ലാത്ത ഖുറാഫാത്തുകൾ ജനസമൂഹത്തിന്റെ മുതുകത്ത് വെച്ച് കെട്ടിയിട്ട് ഇന്നവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറ്റം പറയല്ല. അത് നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ ഉത്ബുദ്ധരാകാൻ പാടില്ല.
ജനങ്ങൾ ഈ പാതിരാവായങ്ങളെ കേട്ടു പോണം. ദീന് കൃത്യമായി ഖുർആന് സുന്നത്തും അനുസരിച്ചുകൊണ്ടുള്ള ഖുത്ബകൾ കേട്ടാൽ 2 ആഴ്ച 4 ആഴ്ച ഒരു മാസം വന്നാ മതി. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഒരു ആയത്ത് കേട്ടിട്ട് SLC മാർക്ക് നന്നായി വാങ്ങിയ കുട്ടിക്ക് ആ വാപ്പ എടുത്തു കൊടുത്ത ബൈക്ക് അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി ഈ മാതൃഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്ന പള്ളിയിൽ വന്നു. ആ ഖുത്ബ കേട്ട കുട്ടി ആ ഖുത്ബ കഴിഞ്ഞിട്ട് തിരിച്ചുപോയി ആ ബൈക്ക് വിൽക്കുകയാണ്. പാവപ്പെട്ട ഒരാളെ വീടിനെ സഹായിക്കുക. എന്താ കാരണം? ഒറ്റ ദിവസമേ ആ ഖുത്ബ കേട്ടിട്ടുള്ളൂ. സ്വഹാബത്തിന്റെ ജീവിതവും സദഖയുടെ പ്രാധാന്യവുമായിരുന്നു അന്നത്തെ ഖുത്ബ. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ മുഴുവൻ വീക്ഷണവും ഈ വിഷയത്തിലതാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഖൗല് മാത്രം ഒന്ന് ഈ വിഷയത്തിൽ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയെക്കുറിച്ചും സ്വഹാബത്തിന്റെ ഖുത്ബയെക്കുറിച്ചും ഒക്കെ കിതാബുകൾ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി ഈ വീക്ഷണം, മദ്ഹബിന്റെ വീക്ഷണം മാത്രം പറയാണ്. ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം അബൂ ഹനീഫ അൽ-കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഒന്നാമത്തെ ഇമാമാണ് ഇമാം അബൂ ഹനീഫ. ആ ഇമാം അബൂ ഹനീഫ അൽ-കൂഫി റഹ്മത്തുള്ളാഹി പറയുന്നു, ഖുത്ബ എന്താണ്? ഖുത്ബയുടെ ഫർളുകൾ അടക്കം അറബിയാകണം. എന്താ ഖുത്ബന്റെ ഫർള് എന്ന് പറഞ്ഞാൽ? ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഹംദ്, സലാത്ത്, ഖുത്ബത്തുൽ ഹാജ, ഖുർആൻ കൊണ്ടുള്ള ആയാത്തുകൾ, ദുആ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള അറബി ദുആ, ഇതെല്ലാം വേണം. അതെല്ലാം ഖുത്ബയുടെ ഫർളിൽപ്പെട്ടതാണ്. അതില്ലാത്ത ഖുത്ബ ആവില്ല. ആ ഖുത്ബ അതാകണം. എന്നാൽ അബൂ ഹനീഫ ഇമാം പറയുകയാണെന്ന് ഉപദേശം അത് അറബി